ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹം അന്നത്തെ മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ റബീഅ റഹിമഹുല്ലാഹു തആലയുടെ സദസ്സിൽ വന്നിരിക്കുകയാണ്. ഇമാം മാലിക് ചെറിയ കുട്ടിയാണ്. ഉമ്മ നല്ലൊരു തലപ്പാവൊക്കെ ധരിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് റബീഅയുടെ, അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ്, ഫിഖ്ഹിലും ഹദീസിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ചു. അദബ് പഠിക്കണം, ഇൽമു പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല റബീഅ റഹിമഹുല്ലാഹു തആലയുടെ സദസ്സിൽ പോയിരുന്ന ആദ്യ ദിവസം, ആദ്യ സമയത്ത് ഇമാം മാലിക് എന്ന ചെറിയ കുട്ടിക്ക് റബീഅ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അഖ്ലിസ് ലില്ലാഹ്, പഠിക്കാൻ വന്നതാണല്ലോ, ദീൻ അറിയാൻ വന്നതാണല്ലോ, അതിൻ്റെ ഇഖ്ലാസ് നന്നാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രം, അതായിരിക്കണം നിന്റെ മനസ്സിലുണ്ടാവേണ്ടതെന്നാണ്. ഒരു കുട്ടിക്ക് ആദ്യ ദിവസം അധ്യാപകൻ കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശമാണ് അത് ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പൊ ഒന്നാമതായിട്ട് റബിയ കൊടുത്ത ഉപദേശം അഖ്ലിസ് ലില്ലാഹ്, നിന്റെ നീയത്ത് നന്നാക്കണം, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടായിരിക്കണം നീ പഠിക്കേണ്ടത്, നീ ഇൽമ് അന്വേഷിക്കേണ്ടത് എന്നാണ്.